പ്രേക്ഷകർക്ക് അറിയുന്നുമില്ല, സർഗലാവണ്യം നിറഞ്ഞ കഥകൾ കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കിയ എം.ടി. വാസുദേവൻ നായർക്ക് വിട ചൊല്ലാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. തിരക്കഥയുടെ സങ്കേതം അറിയാവുന്ന ആർക്കും അറിയാം, നമ്മൾ എഴുതുന്നത് കൂടിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകന് അലോസരമാകും, വായനക്കാരന് അലോസരമാകും. അതുകൊണ്ട് തന്നെ എം.ടിയുടെ തിരക്കഥകൾ എന്ന പുസ്തകം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും ഗവേഷകർക്കും സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നവർക്കും എല്ലാം ഒരു ഗവേഷണ പാഠപുസ്തകം തന്നെയായിരുന്നു. എം.ടി എഴുതി വയ്ക്കുന്ന ഒന്നിലും ഒരക്ഷരം പോലും അദ്ദേഹം കൂടുതൽ എഴുതിയില്ല. വളരെ കാവ്യാത്മകം, വളരെ പൊയറ്റിക്കായിട്ടുള്ള ഭാഷയായിരുന്നു അദ്ദേഹം സിനിമ എന്ന സംഗീതത്തിന് വേണ്ടി ഉപയോഗിച്ചത്. പല കഥാപാത്രങ്ങളുടെയും, അതായത് മനുഷ്യ മനസ്സിൻ്റെ നാലുകെട്ടിൽ അന്തസംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുടെ ജീവൻ സ്ഫുരിക്കുന്ന രംഗങ്ങളാണ് എം.ടി സിനിമയിലൊക്കെ തന്നെ ചിത്രീകരിച്ചു വെച്ചത്. അദ്ദേഹത്തിൻ്റെ കഥാലോകം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന, ആൾക്കൂട്ടത്തിൽ തനിയായി പോകുന്ന ചില മനുഷ്യൻ്റെ വല്ലാത്ത ആത്മദുഃഖങ്ങളുടെ അനാവരണമായിരുന്നു എന്ന് നമുക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടത്തിൽ തനി എന്ന സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ടാകും. വിദേശ നാടുകളിലൊക്കെ തന്നെ ഫ്രാൻസ് കാപ്ക, കെമ്യു എന്നൊക്കെ പറയുന്ന വിദേശ എഴുത്തുകാരുടെ ഔട്ട്സൈഡർ പോലെയുള്ള, കെമ്യുവിൻ്റെ ഔട്ട്സൈഡർ പോലെയുള്ള അന്യൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ ചില കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളാണ്, ഏകാന്തത നിറഞ്ഞ നൊമ്പരങ്ങളാണ് എം.ടിയുടെ ചില കഥാപാത്രങ്ങൾ ചെയ്തത്. വലിയൊരു എഴുത്തുകാരൻ, സർഗധനായ പ്രതിഭാധനായ എഴുത്തുകാരന് ഇനി കേരളം വിട ചൊല്ലാൻ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഏതാണ്ട് 4 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കോഴിക്കോട് ചിരപരിചിതമായ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരും. ഒരുപക്ഷെ മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെ കടന്നു വരുമെന്ന് എന്നും വിശ്വസിച്ചിരുന്ന എം.ടിയെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര പറച്ചിൽ ഔപചാരികമാണ്. അദ്ദേഹം എഴുതി വെച്ചതെല്ലാം കാലത്തിന് വെല്ലുവിളി ഉയർത്തി അതിജീവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എം.ടിയുടെ കാലത്ത് ജീവിച്ചിരുന്ന എഴുത്തുകാർ, തകഴിയും ബഷീറും ഒക്കെ തന്നെ, അവരെഴുതിയ പുസ്തകങ്ങളൊക്കെ തന്നെ ഇപ്പോഴും കാലഘട്ടപ്പെടാതെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അവരുടെ ജീവിതം ഇപ്പോഴും നമുക്ക് മുന്നിൽ ബാക്കിയാകുന്നു. അതുപോലെ തന്നെ എം.ടി എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളും എം.ടിയുടെ കഥകളും അതുപോലെ എം.ടി എഴുതിയ തിരക്കഥകളും എല്ലാം എം.ടി സംവിധാനം ചെയ്ത നിർമാല്യം എത്ര കൊല്ലം കഴിഞ്ഞു പോയാലും, എത്ര പതിറ്റാണ്ടുകൾ കടന്നു പോയാലും പി.ജെ. ആൻ്റണി അസാധാരണമായ വൈഭവത്തിൽ അവതരിപ്പിച്ച വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രമൊന്നും ഒരിക്കലും പ്രേക്ഷകന് വിസ്മൃതിയിലേക്ക് തള്ളാൻ കഴിയില്ല. എം.ടിയുടെ ചിന്തയുടെ ലോകം തത്വശാസ്ത്രത്തിലും സാഹിത്യത്തിലും അതുപോലെ തന്നെ രചനയിലുമൊക്കെ തന്നെ അത്യാധുനികമായ വിപ്ലവം കൊണ്ടുവന്ന ആധുനികതയ്ക്ക് ഏറ്റവും കൂടുതൽ കുടപിടിച്ചു കൊടുത്ത ഒരു പത്രാധിപർ എം.ടി ആയിരുന്നു എന്നറിയുമ്പോൾ നമ്മൾ കാക്കനാടനും മുകുന്ദനും ഒ.വി. വിജയനും സക്കറിയും ഒക്കെ പുതിയ കാലത്തിൻ്റെ വിശേഷങ്ങളുമായി ആധുനികതയുടെയും അത്യാധുനികതയുടെയും ഒക്കെ ആളുകളായി പ്രതീകമായി രംഗത്ത് വന്നപ്പോൾ എം.ടി കയ്യൊപ്പ് ചാർത്തി കൊടുത്തു അവരുടെ സാഹിത്യത്തിന്. എം.ടി സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കാത്ത എഴുത്തുകാരെ മുഴുവൻ അദ്ദേഹത്തിന് ആ കാലത്ത് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. സാധാരണഗതിയിൽ ഈ കുശുമ്പും കുന്നായ്മയും അതുപോലെ കൊമ്പും ഒക്കെ നിലനിൽക്കുന്ന സാഹിത്യ ലോകത്ത് എം.ടി വ്യത്യസ്തനായി നിലനിന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പല പുതിയ എഴുത്തുകാരെയും കൈപിടിച്ച് നടത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കഥകൾ എഴുതിക്കൊണ്ടുവരുന്ന ആളുകളോടൊക്കെ തന്നെ കഥയുടെ സത്ത നോക്കി പ്രതികരിക്കുന്ന പത്രാധിപരായിരുന്നു എം.ടി. വാസുദേവൻ നായർ. ഇന്നലെ വൈകുന്നേരമാണ്, രാത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി രോഗബാധിതനായിരുന്ന എം.ടി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചു. അതിനിടയിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ഡോക്ടേഴ്സിനുണ്ടായിരുന്നത്. വീണ്ടും ഒരു വിസ്മയമായി എം.ടി മടങ്ങി വരും എന്നായിരുന്നു പലരും ആലോചിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അദ്ദേഹം മടങ്ങി വന്നില്ല. മരണം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കാലയവനികയ്ക്കുള്ളിലേക്ക് അദ്ദേഹം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് പതിറ്റാണ്ടുകാലം മലയാള മണ്ണിൽ ജീവിക്കാനുണ്ട്. ഈ കൊച്ചു ഭാഷയുടെ സൗന്ദര്യം വിദേശ നാടുകളിലേക്ക് കൊണ്ടിറക്കാനൊക്കെ എം.ടി സാഹിത്യം ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദേശ നാടുകളിൽ നിന്ന് വരുന്ന എഴുത്തുകാരൊക്കെ തന്നെ അത്ഭുത ആദരവോടെയാണ് എം.ടി എന്ന ഈ പ്രശസ്തനായ ഹൃദയവിശാലതയുള്ള ഈ എഴുത്തുകാരനെ എപ്പോഴും കണ്ടിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി എം.ടി ഇല്ലാത്ത കാലം. എൻ്റെയൊക്കെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകളുടെയും സങ്കടത്തിൻ്റെ ഒരു കാരണമാകാം, നമ്മൾ തുഞ്ചൻ പറമ്പിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തുഞ്ചൻ പറമ്പിലെ ഒരു മുറി അദ്ദേഹത്തിന് മാത്രമായി നീക്കി വെച്ചിട്ടുള്ളതാണ്. ആ മുറി ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഒരുപക്ഷെ തുഞ്ചൻ പറമ്പ് തന്നെ അനാഥമായി പോകുമ്പോൾ ഈ ഒരു എഴുത്തുകാരൻ വലിയ കമ്മിറ്റ്മെൻറ്റോടെ, വലിയ പ്രതിബദ്ധതയോടെ, വളരെ താല്പര്യത്തോടെ, വളരെ അഭിരുചിയോടെ വളർത്തിക്കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ് ഈ തുഞ്ചൻപറമ്പ്. ഈ തുഞ്ചൻപറമ്പ് മലയാളം സർവകലാശാലയിൽ കെ ജയകുമാർ IAS ഉൾപ്പെടെയുള്ള ആളുകളുടെ കൃതഹസ്ഥമായ തീരുമാനം കൊണ്ട്, അവരുടെ തീരുമാനവും ഒരുപക്ഷെ അവരുടെ സംഭാവനകൾ കൊണ്ട് വളരെ
ലോകപ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഈ തുഞ്ചൻ പറമ്പിന് ഒന്നും സംഭവിക്കരുതേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എഴുത്തിൻ്റെ കുലപതി MD നമ്മളെ വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ജീവിച്ച കാലത്ത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഭാവനയ്ക്ക് മങ്ങലേൽക്കില്ല എന്നുള്ളത്.